ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ട ദൈവപിതാവുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ പുനഃസ്ഥാപനമാണ്, ആ അനുരഞ്ജനമാണ് ഈശോയുടെ കുരിശുബലിയിലൂടെ സ്ഥാപിതമായത്. കൊളോസസ് 1:20 നമ്മളത് കാണുന്നു. ഈശോയുടെ മരണത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈശോ സമർപ്പിച്ചുകൊണ്ട് ആ അനുരഞ്ജനം തന്റെ മരണത്തിലൂടെ, തന്റെ പരിഹാര ബലിയിലൂടെ ഈശോ പുനഃസ്ഥാപിച്ചു. അതിനുശേഷം പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 12-27 ഇപ്രകാരം നമ്മൾ കാണുന്നു: നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഈശോ തന്നെ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോയാകുന്ന മുന്തിരിവള്ളിയുടെ ഭാഗമാണ്, ശാഖയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമുക്കെല്ലാവർക്കും ഈ ഒരു വലിയ തിരിച്ചറിവ്, അതായത് നമുക്ക് ആ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് നമ്മുടെ ഉള്ളിൽ ഇന്ന് ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് വേണ്ടി കുരിശിൽ ഈശോ ബലിയായി തീർന്നതിലൂടെ പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ പാർട്ടാണ്, ദൈവം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. കൊളോസസ് ലേഖനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. കൊളോസസ് 1:27. കൊറിന്തോസുകാർക്ക് 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഈശോ പറഞ്ഞ എന്താ? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പോൾ മുന്തിരിവള്ളിയും ശാഖയും എന്ന പോലെ, ശരീരവും അവയവങ്ങളും എന്ന പോലെ ദൈവം നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്നു, കണക്റ്റഡ് ആയിരിക്കുന്നു. ദൈവവുമായിട്ട്, ദൈവത്തിന്റെ കർത്താവിന്റെ ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ അത്രമാത്രം അഭേദ്യമായൊരു യൂണിറ്റിയിലേക്ക്, ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ തിരിച്ചറിവിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ സാധിക്കുക ഒരു 5 മിനിറ്റ്, അവിടെ 1 മിനിറ്റ് കണ്ണടച്ച് കുരിശുബലിയിലൂടെ ദൈവവുമായി അനുരഞ്ജനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ഈശോയുടെ ആ പരിഹാര ബലിയെ ധ്യാനിച്ചുകൊണ്ട്, ഈശോയുടെ ശരീരത്തിന് അവയവമാണെന്നുള്ള തിരിച്ചറിവിൽ, ഈശോയാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖയാണെന്നുള്ള തിരിച്ചറിവിൽ അല്പനേരം നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നിറവും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. ദൈവാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി നല്ലൊരു മനുഷ്യനായിത്തീരുന്നു. അവൻ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ അവന് സാധിക്കുന്നു. കാരണം അവനെ ശക്തിപ്പെടുത്തുന്നത് ദൈവാത്മാവാണ്. അങ്ങനെ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവർ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയിലും ഇതാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ